ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും മേരി ക്രിസ്മസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടികൾ? അപ്പോൾ ഞാൻ ഇന്നോർത്ത് എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ഒന്ന് പിടിക്കണ്ടേ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നല്ല നെമ്മീൻ കിട്ടി. ഞാനങ്ങനെ എനിക്കെപ്പോഴും അങ്ങനെ കിട്ടത്തില്ല. ഈ പ്രാവശ്യം എന്തോ ഭാഗ്യത്തിന് പീസായിട്ട് കിട്ടി, അല്ലെങ്കിൽ ഫുൾ മീനായിട്ട് വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ. സോ ഇതെനിക്ക് ഇങ്ങനത്തെ വലിയ പീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. അപ്പോൾ അതേ പീസ് മീനായ നമ്മുടെ ചൂര, കേര, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് നെമ്മീൻ കിട്ടിയപ്പോഴത്തേക്ക് വെറുതെ അങ്ങ് പൊരിക്കുന്നതിലും ഭേദം ഒരു വെറൈറ്റി എന്തെങ്കിലും ഒന്ന് പിടിക്കാൻ കരുതിയേ. അപ്പോഴത്തേക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമ്മുടെ ഇച്ചിരി വെളിച്ചെണ്ണ, നാരങ്ങ നീര്, വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒരു നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പേസ്റ്റ് പരുവത്തിലോട്ടാക്കിയിട്ട് നന്നായിട്ട് മീനിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് നമുക്ക് വയ്ക്കാം. അപ്പോൾ മീൻ നമുക്ക് എത്ര നേരം ഇരിക്കുന്നു അത്ര നേരം അതിനകത്ത് മസാല ഇറങ്ങാനുള്ള സമയം കിട്ടത്തില്ലേ. നമുക്കൊരു 15 മിനിറ്റ് നമുക്കിതെല്ലാം തേച്ച് പുരട്ടി ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. സോ നമുക്കിത് ഏത് മീനിലും വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ആവോലിയിലോ മാച്ചാനിലോ കരിമീനോ ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ സംഭവം ഫോളോ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ്. അതായത് ഒരുപാട് വലിയ പണിയൊന്നുമില്ല, എന്നാലും കുറച്ച് പണിയുള്ളൂ. നമുക്കൊന്ന് ഇച്ചിരി ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് അടിപൊളിയായിട്ട് മീൻ ഇങ്ങനെ വെറുതെ പൊരിക്കുന്നതിലും ഭേദം ഈ തേങ്ങാപ്പാലിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഇതെങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ തവയൊന്ന് ചൂടായി കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ കരിവേപ്പില ഒന്ന് ബെഡ് ചെയ്യുക. കരിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ആൾ. എന്നിട്ട് നമ്മൾ ഈ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമുക്കിതൊന്ന് പൊരിക്കാൻ വെക്കാം. ഇത് 2 പീസ് മീനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ മേളിലും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒന്ന് പുരട്ടി. ഇത് ഫുൾ വെളിച്ചെണ്ണ, തേങ്ങാപ്പാൽ, അതിൻ്റെ പരിപാടിയായിട്ട് നമ്മൾ ഓയിലൊന്നും ഇതിനകത്ത് കൂട്ടത്തില്ല. അപ്പോൾ നമ്മുടെ മീൻ ഒരു സൈഡ് മൂത്ത് അങ്ങനെ രണ്ട് സൈഡിൽ ഒരു 5 മിനിറ്റ് വീതം ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഒരുപാട് ഹാർഡാവണ്ട, ഒരു എന്താ പറയുക, ഈ പൊടിഞ്ഞു പോകാത്തൊരു പരുവത്തിൽ നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അതിനാണ് നമ്മൾ പൊരിക്കുന്നത്. സോ ഇത് നന്നായിട്ട് പൊരിച്ച് ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ആ സമയത്തോടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. നമുക്ക് വേണ്ടത് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, സവോള, പച്ചമുളകും, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമ്മളൊരു ചെറിയ അപ്പച്ചട്ടി പോലത്തെ എന്തെങ്കിലും ചട്ടി ഉണ്ടല്ലോ, സോ അതിനകത്തോട്ട് നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇടുക. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് 2 തക്കാളി, ഞാൻ വലുതായിട്ടോ മുറിച്ച്. ഇപ്പോൾ തക്കാളിക്ക് വേണ്ടി നിങ്ങൾക്ക് മാങ്ങ ഉപയോഗിക്കണമെങ്കിൽ പച്ചമാങ്ങ ഉപയോഗിച്ച് ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് മാങ്ങ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ തക്കാളിയിൽ ഒതുക്കിയത്. സോ അതിനകത്തോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫിഷ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിം ഒന്നും അല്ല. പിന്നെ നമുക്ക് ഉപ്പും എല്ലാം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉപ്പും ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കുരുമുളക് പൊടിയും കൂടെ ഒന്ന് നമുക്കൊന്ന് ഇട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കണ്ട ഇതിങ്ങനെ കുറുകി ആ തേങ്ങാപ്പാൽ ഇങ്ങനെ കുറുകി വരും. ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് വേകും. അപ്പോൾ ഈ തേങ്ങാപ്പാലെല്ലാം കൂടെ ആ മീനിനകത്തോട്ട് ഇറങ്ങി ഒരു അടിപൊളി മണവും, പിന്നെ ഇത് കഴിക്കാൻ പൊളി പറയുക വേണ്ട. ആ തക്കാളിയുടെ പുളിയും എല്ലാം കൂടെ ആയിട്ട്. സോ ഇത്ര സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ. അപ്പം